ടൈൽ സ്റ്റവിലുണ്ടാക്കിയ ബീഫ് ഫ്രൈ വരട്ടെ എന്നൊക്കെ പറയാം. എന്നാ ടേസ്റ്റ് എന്നറിയോ? മുട്ടണ്ട, അടിപൊളി. വെൽക്കം ടു പാടി ഫുഡ്സ്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ടൈൽ സ്റ്റവിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പുതിയ ടൈൽ സ്റ്റവിൽ കുക്ക് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താണ്? തനി നാടൻ ബീഫ് ഫ്രൈ. തനി നാടൻ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലും പല ആൾക്കാരും പല ജില്ലയിലും പല ലെവലിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 1/2 കിലോ ബീഫ് വാങ്ങിയാൽ പോലും വീട്ടിൽ കിട്ടുന്ന സുലഭമായ സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തികച്ചും ഡ്രൈ ഫ്രൈ. ആ ഡ്രൈ ഫ്രൈ നമുക്ക് എന്തിലേക്കൊക്കെ കഴിക്കാം? ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ചോറ് എല്ലാത്തിനും കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടാർ ഐറ്റം. ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തനി നാടനായതുകൊണ്ട് നമുക്ക് ഇതിന്റെ എരു കൂട്ടാം, എരു കുറക്കാം, പിന്നെ അതേപോലെ ഉപ്പ്, ഏത് മസാല മാറ്റങ്ങളൊക്കെ സ്പോട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? മാറ്റങ്ങളൊക്കെ സ്പോട്ടിൽ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അതിന്റെ ഡിഷിന്റെ ആ ഒരു ടേസ്റ്റ് മാറാതെ തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 കിലോ ബീഫ് വെച്ചിട്ടാണ്. തികച്ചും 2 കിലോ. ആ 2 കിലോ ബീഫിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റിലേക്ക് എത്താം. പുതിയൊരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ടൈൽ സ്റ്റവിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ബീഫെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ചൊരു മീഡിയം സൈസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പൊ കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെറിയ പീസാവും. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കുക്കറിലേക്ക് നമ്മുടെ ബീഫ് ഇടാം. 2 കിലോ ബീഫ്. അപ്പൊ ബീഫ് കുക്കറിലേക്ക് ഇടുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് ചെറിയ ഉള്ളി, 1/2 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് ഇഞ്ചി, ഇതെല്ലാം നല്ലപോലെ ഗ്രൈൻഡ് ചെയ്താണ്. ഇപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്തിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ പട്ട പൊടിച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ്. കല്ലുപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. തുറന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടൈൽ സ്റ്റവ് നമുക്ക് ഓൺ ചെയ്യാം. നമ്മളൊരു 8-ലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 10 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 9 വിസിൽ കഴിഞ്ഞു. ഇനി 1 വിസിൽ മാത്രം മതി നമ്മുടെ കുക്കർ ഓഫ് ചെയ്യാൻ. അപ്പൊ 1 വിസിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ 10 വിസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ അടിഭാഗം ഒരു ചൂടുമില്ല. വളരെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൈകൊണ്ട് തൊടുക, എന്ത് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും വെക്കാം, ഒരു പ്രശ്നമില്ല. പ്രഷർ ഡൗൺ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും നമ്മുടെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി എല്ലാം നമുക്കൊന്ന് ഫ്രൈഡ് എടുക്കാം. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പൊ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നമ്മൾ ഒഴിക്കുന്നത് തികച്ചും വെളിച്ചെണ്ണ, നല്ല പെർഫെക്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത്.
പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ആകുമ്പോൾ ഏകദേശം നല്ല ടേസ്റ്റിലേക്ക് വരും. കാരണം നമ്മൾ സൺഫ്ലവർ എടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ് ബീഫ് ഉണ്ടാക്കുമ്പോൾ. ബീഫായാലും മട്ടനായാലും ചിക്കൻ ആയാലും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ഹൈ ടേസ്റ്റിലേക്ക് വരിക. ഇതേണ്ട എണ്ണ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ കാഞ്ഞു വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായ നമുക്ക് നോക്കാം. ചൂടാവണേ ഉള്ളൂ. നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്തിരിക്കുന്നത് 1 കപ്പാണ് തേങ്ങാക്കൊത്ത് എടുത്തിരിക്കുന്നത്. ചൂടായിട്ട് ഇതൊന്ന് ഇട്ട് നോക്കാം. ഏകദേശം തേങ്ങ ആയി കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഗാർലിക്ക്, പിന്നെ അതിനൊപ്പം ഇഞ്ചി, ഇത് രണ്ടും 1/4 കപ്പ് വീതമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ തേങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് വറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഒറിജിനൽ ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവാൻ പാടില്ല. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമ്മുടെ വല്യുള്ളി നമ്മൾ ലാസ്റ്റാണ് ഇടേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ടാലാണ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ആദ്യം തന്നെ വല്യുള്ളി ഇട്ട് കഴിഞ്ഞാൽ എണ്ണയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ മാറിപ്പോകും. അപ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വല്യുള്ളി ഇടുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിടാം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ അതിൻ്റെ ഒരു മൂപ്പാവുള്ളൂ. അപ്പോൾ മൂപ്പാവുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഉള്ളി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളി കോരിയെടുക്കാം. കാരണം ഉള്ളി ഒരുപാട് ആവാനും പാടില്ല, ഡീപ് ഫ്രൈ ആവാനും പാടില്ല. ഇപ്പം ഈ എണ്ണ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ഈ എണ്ണയിൽ തന്നെ നമ്മൾ അടുത്ത കുക്കിങ്ങും തുടരണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ഇടേണ്ടത് നമ്മുടെ കറിവേപ്പിലും മുളകുമാണ്. കറിവേപ്പിലിട്ടു, പച്ചമുളക്, പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, വലിയ ജീരകം 1 ടേബിൾ സ്പൂണ്, ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ബിരിയാണി മസാല 2 ടേബിൾ സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് അവിടെ തുറക്കേണ്ട ടൈമായി. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. പ്രഷറൊക്കെ പോയി. നമ്മളൊരു തുള്ളി വെള്ളം വെക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ കംപ്ലീറ്റ് ഉള്ളിൽ കണ്ടില്ലേ വെള്ളം. ബീഫ് വരട്ടാണെങ്കിൽ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ബീഫ് ഇതിലേക്ക് ഇടാം. ഇത് ജസ്റ്റ് നന്നായി നിറക്കാം.
ഇതെല്ലാം ഒന്നൊരു ബ്ലാക്ക് കളറിലാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇളക്കിയാലേ ആ ഒരു ബ്ലാക്ക് കളറിലേ ആവുള്ളൂ. പക്ഷെ ആ സമയത്താണ് നമ്മൾ അവസാനം കുരുമുളക് പൊടി ഇടേണ്ടത്. ഈ സമയത്ത് കുരുമുളക് പൊടി ഇടാൻ പാടില്ല. ഈ സമയത്ത് കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് മാറി കിട്ടും. ഇങ്ങനൊരു ലോ ഹീറ്റിൽ അങ്ങനെ അത് വെന്ത് നല്ല പോലെ വരണം. യെസ്, ഒരു അരമണിക്കൂറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലായി. ഇപ്പം അടുത്തായിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. എരിവ് ആർക്കനുസരിച്ചിട്ട് ഒരു കൂട്ടും കുറക്കും ചെയ്യാം. ഒരു 15 മിനിറ്റോളം ഇതേപോലെ ഇരിക്കട്ടെ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ടുള്ള ആ ഒരു കുരുമുളകിന്റെ ആ ഒരു എരിവൊക്കെ ഒന്ന് നമ്മുടെ ബീഫിലേക്ക് പിടിച്ച് ശരിക്കും ഒരു ബ്ലാക്കിഷിലേക്ക് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവം ആയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നും കൂടി ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് കൊണ്ടുവരാം. മാക്സിമം ഡാർക്ക് ബ്രൗണിലേക്ക് കൊണ്ടുവന്നാലാണ് ഒരു ബ്ലാക്കിഷിനോട് അടുത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആവുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരു 2 പച്ചമുളക് കീറിടാം. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വലിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ടൈൽ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് മല്ലിയില ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഈ പാത്രത്തിൽ തന്നെ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നും ഒരു മിനിറ്റ് ചൂടാറാതെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ടെമ്പറേച്ചറാണ്. അപ്പൊ നമ്മുടെ ഡെക്കറേഷനും കഴിഞ്ഞു. ഇപ്പൊ ബാബു വന്നിട്ട് വേണം ഇതൊന്ന് ടേസ്റ്റ് നോക്കി പറയാൻ വേണ്ടിട്ട്. അപ്പൊ എന്താണ് നമ്മുടെ സാധനം ഡ്രൈ ആയിട്ടാണ് കട്ട് കറുത്ത കളറായി കിടക്കുന്നത്. ഇത് നാരങ്ങ ഒഴിക്കണവർക്ക് നാരങ്ങ ഒഴിക്കാം, പക്ഷെ നമ്മളിവിടെ നാരങ്ങ ഒഴിക്കുന്നില്ല, യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. നാരങ്ങ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലായി മലയാളം ഇടുന്നതിന് മുമ്പ് നാരങ്ങ ഒഴിക്കുന്നവർക്ക് നാരങ്ങ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്യാം. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, നമ്മളത് കഴിക്കുന്ന സമയത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഇതിൽ തോന്നിയത്, ഈ വീഡിയോയിൽ എന്താ തോന്നിയെന്നറിയോ, ബീഫ് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുക്കറിൽ വെച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കറിയാവുന്ന ഒരു ഫീലാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇത് നമ്മള് വരട്ടി 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 ഒരുപാട് വരട്ടിയിട്ടാണ് ഈ കളറായി കിട്ടുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഇത് നമ്മുടെ ടൈൽ സ്റ്റൗവിൽ നിന്ന് വരട്ടി 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 വരട്ടിയിട്ട് അതിനെ ഡ്രൈ ആക്കി അങ്ങനെ കടുത്ത. പക്ഷെ എത്ര നേരം ടൈൽ സ്റ്റൗവിൽ ഇത് കത്തിയാലും ഇവിടെ ഒരു ചൂടോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. അതാണ് നമ്മുടെ ഒരു ടൈൽ സ്റ്റൗവിൽ ഒരു പ്രത്യേകത. പക്ഷെ നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിയാലോ? നോക്കിയിട്ട് പറയാം. സോഫ്റ്റ് ആവാൻ നമ്മൾ 10 വിസിലെടുത്തില്ലേ? ശരിക്കും തേങ്ങ കൊത്ത് കൂട്ടി കഴിക്കണം അല്ലേ? എന്താ സോഫ്റ്റ് ബീഫല്ല, ശരിക്കും ഒരു പഞ്ഞി ഇങ്ങനെ കടിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ. ഞാൻ കഴിച്ചോ എന്നൊരു പറയാം. ചിലപ്പോ പോവാണ് അടിപൊളിയുണ്ട്. നമ്മൾ ഈ മസാല ഇട്ടതിന്റെ നേർ പകുതി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിലോ വളരെ കറക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. പക്ഷെ ഇതേ റൂട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം. ശരിക്കും ഇത് ഏറ്റവും ടോപ്പ് പൊറോട്ടൊക്കെ ചപ്പാത്തിക്കാണ് അല്ലേ? എല്ലാത്തിനും കറക്റ്റാ. ചോറിൻ്റെ കൂടിയും ചപ്പാത്തി പൊറോട്ട അപ്പൊ എല്ലാത്തിനും കൂടി കഴിക്കാം. അടിപൊളിയുണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം. അപ്പൊ ടൈൽ സ്റ്റൗവിൽ വെച്ച നാടൻ ബീഫ് വരട്ട് അല്ലെങ്കിൽ നാടൻ ബീഫ് ഡ്രൈ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.